എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. കുർബാന തർക്കമുള്ള കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ സിനഡ് അനുകൂല ഏകീകൃത കുർബാന നടത്താമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. തടസ്സമുണ്ടായാൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശമുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. ഏകീകൃത ജനാഭിമുഖ കുർബാനകളെ ചൊല്ലി സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം തുടരുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ്. മാർപ്പാപ്പ നിർദ്ദേശിച്ച ഏകീകൃത കുർബാന അർപ്പിക്കാൻ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി ഇടവകയിലെ ഒരു വിഭാഗം വിശ്വാസികൾ തടസ്സം നിൽക്കുന്നുവെന്ന പള്ളി വികാരിയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഔദ്യോഗിക വിഭാഗത്തിന് അനുകൂലമായ തീരുമാനം. ഏകീകൃത കുർബാന അർപ്പിക്കാൻ തടസ്സമുണ്ടാകരുത്. വിശ്വാസികൾ നിയമം കയ്യിലെടുത്താൽ നടപടി സ്വീകരിക്കണമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. പള്ളി വികാരി നൽകിയ ഹർജി നിലനിൽക്കില്ലെന്ന വിമത വിഭാഗത്തിന്റെ വാദം തള്ളിയാണ് ഹൈക്കോടതി ഉത്തരവ്. തർക്കവുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയിലേക്ക് കടക്കുന്നില്ലെന്ന് സിംഗിൾ ബെഞ്ച് അറിയിച്ചു. എങ്കിലും സിനഡ് അനുകൂല കുർബാന മറ്റു പള്ളികളിലും നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക വിഭാഗത്തിന് മുന്നോട്ടു പോകാൻ ഹൈക്കോടതി ഉത്തരവ് സഹായകരമാകും. സിറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാനയെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നില്ല. വത്തിക്കാൻ പ്രതിനിധിയുടെ സന്ദർശനവും മാർപ്പാപ്പയുടെ സന്ദേശവും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്തതോടെയാണ് കഴിഞ്ഞ 3 മാസമായി അടങ്ങിക്കിടക്കുന്ന കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി ഇടവക വികാരി കോടതിയെ സമീപിച്ചത്. റിപ്പോർട്ടർ, കൊച്ചി.